നല്ല ആൾക്കാർ കണ്ടിട്ട് നല്ല റെസ്പോൺസ് തന്നെ. ഈ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്നു എന്ന് പറയുന്ന ആൾക്കാർ പടം കണ്ടിട്ടല്ല പറയുന്നത്. മൈക്കൊന്ന് പൊളിച്ചടിക്കട്ടോ. ഷമിച്ചേട്ടാ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് ഷമിച്ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ ലൈറ്റ് കാരണം കാണാൻ വേണ്ടി ഇഷ്ടംപോലാണ്. ഷമിച്ചേട്ടനെ കാണാമല്ലോ അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് നോക്കട്ടെ, ഇരുട്ടായിട്ട് കാണാം. എനിക്കൊന്നും കാണാൻ വയ്യ. എന്താ പറയാനുള്ള ഒരു ഹലോ കൊച്ചി, നമസ്കാരം. എങ്ങനെയുണ്ട് പടം? അടിപൊളി. അതെ, എല്ലാവരും കലക്കിയിട്ടുണ്ട്. ഞാനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അതിനൊക്കെ നല്ല നല്ല കലക്കിയിട്ടില്ലേ? അത് എന്നെ ചന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ അല്ല, അതല്ലല്ല, അങ്ങനെ പറഞ്ഞാൽ തന്നില്ലെങ്കിൽ നീ ചെയ്യില്ലേ? അവരൊന്നുമില്ല. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫീൽ ചെയ്തോ? ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ ഈ എന്താണ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഇങ്ങനത്തെ ഒരു അനുഭവം. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഞാൻ ഒത്തിരി നേരം ഇവിടെ നിന്നിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയും. ഇത് ഈ സ്നേഹം നമ്മളെ ഒരു എപ്പോഴും വീർപ്പ് മുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലേ? തീർച്ചയായും. അല്ല, നമ്മളന്ന് എടുത്ത കഷ്ടപ്പാടിന് പല അങ്ങനെ ചേട്ടാ, പല സീനുകളിലും തിലകൻ ചേട്ടനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. എന്താണ്, ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും അല്ലേ? പ്രത്യേകിച്ച് ഏജ് ആയിട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ അവരങ്ങനെ ആക്കിയത് അവർ ഡയറക്ടറുടെ തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിനാണ്. പറഞ്ഞ പോലെ തന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് ഈ സിനിമ കാണാൻ അല്ലേ ചേട്ടാ? അതാണല്ലോ അത്യാവശ്യം. തീർച്ചയായിട്ടും എല്ലാവരും കാണണം. ഷമിച്ചേട്ടാ, ഒരുപാട് ഫിസിക്കൽ എഫേർട്ട് എടുത്തിട്ടുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട്. സെക്കൻഡ് ഹാഫിലൊക്കെ ക്ലൈമാക്സിലേക്കൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? കണ്ണം തോന്നിയില്ലേ? നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പനിയായിട്ട് മറയൂരത്ത് കൊടും തണുപ്പ്, 7 ദിവസം രാത്രി നൈറ്റ് ഷൂട്ട് മാത്രം, അതും വെള്ളത്തിൽ ഇങ്ങനെ എന്ന് പറയുന്നത്. ഈ JCB കയറുന്നത് അത് എന്തായിരുന്നു അതിൻ്റെ ഒരു JCB അതിനകത്തൊന്നും ഒരു തർക്കമില്ല. ആ പടത്തിൽ കണ്ട പോലെ തന്നെ അതിനകത്തുനിന്ന് കോടിയെടുക്കാം. കണ്ടോണ്ടിരിക്കുന്ന ആളാണ് ഞങ്ങൾ. ചേട്ടാ, ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാജുവേട്ടൻ ഇടയ്ക്ക് പറയുകയുണ്ടായി എന്ന് പറയുന്നുണ്ടായി. തിലകൻ ചേട്ടൻ്റെ ചെറിയ മാനേജ് എവിടുന്ന് കാണുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തോന്നി പൃഥ്വിരാജ് പറയുന്നുണ്ടായി. അതേപോലെ ഇൻഡസ്ട്രിയിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇൻഡസ്ട്രിയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചല്ല, ഇങ്ങനെ നിങ്ങളെപ്പോലുള്ളവർ കണ്ടിട്ട് കൊച്ചുകുട്ടികളൊക്കെ വിളിച്ചിട്ട് ഒത്തിരി പറഞ്ഞു. നമുക്ക് എന്താ പറയുന്നത്, ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. ഒത്തിരി പേര് വിളിച്ചു. ഒത്തിരി പേര്, ഞാൻ കൊല്ലത്താണ് ഞാൻ സിനിമ കണ്ടത്. അന്നേരം പലരും വന്നിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകളാണ്. എനിക്കതാണ് കാര്യം. കൂടുതൽ ഫാമിലി ഓഡിയൻസ് പടത്തിലേക്ക് ഒത്തിരി ആകർഷിക്കപ്പെടുന്നു അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അവരെല്ലാവരും കുറേ പേര് എനിക്ക് വന്നിട്ട് ഷെയ്ക്കാൻ്റെ എതിരെയും ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴെല്ലാം അവരെല്ലാം പറഞ്ഞത് തിലകൻ സാറിൻ്റെ നമുക്ക് സന്തോഷമൊക്കെ. അതുകൊണ്ടായിരിക്കുമല്ലോ അത് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. എപ്പോഴും നമ്മൾ പറയത്തില്ലേ, ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. കാരണം നിങ്ങൾക്ക് അദ്ദേഹത്തിനെ മടുത്തിട്ടില്ല, അല്ലെങ്കിൽ പുള്ളിയെ ആസ്വദിച്ച് നിങ്ങൾക്ക് മതിയായിട്ടില്ല. അതുകൊണ്ടാണ് എവിടെയെങ്കിലും ഒരു ഇച്ചിരിയെങ്കിലും എന്തെങ്കിലും തിലകൻ്റെ ഒരു ഫീല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തിലകൻ എന്ന് പറയും. അത് കാര്യമില്ല, അത് സത്യമാണ്. അതിന് എനിക്ക് അതിനകത്ത് ഒത്തിരി എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മകനായിട്ട് എനിക്ക് ജനിക്കാൻ സാധിച്ചതിൽ എനിക്കിപ്പോൾ അഭിമാനം തോന്നുന്ന, അല്ലെങ്കിൽ മുമ്പേ ഉണ്ട്, ഞാൻ പറഞ്ഞു ഇപ്പോൾ പ്രത്യേകിച്ച്
അദ്ദേഹത്തിൻ്റെ പേരിൽ എന്നെ അറിയപ്പെടുന്നു എന്നറിയുന്നതിൽ എനിക്കൊത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവില്ലേ, എനിക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ലേ. ഷമിച്ചേട്ടാ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ പോലെ നേരിടുന്നുണ്ടെന്ന് പ്രൊഡ്യൂസർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സിനിമകൾ വരുമ്പോൾ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു സൈഡിൽ അതിന് ഹെയ്റ്റ് ക്യാമ്പയിനും ഉണ്ട് സജീവമായിട്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ചില നേരങ്ങളിൽ ചില മനിതർ നമ്മൾ കേട്ടില്ല, നമുക്ക് അത് അവരെ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ചൊല്ലിക്കൊടുക്കാം, തല്ലിക്കൊടുക്കാം എന്നൊക്കെ പറയത്തില്ലേ, തള്ളിക്കളയാം. അങ്ങനെയുള്ളവരെ നമുക്ക് അവഗണിക്കാനേ പറ്റുള്ളൂ. അതല്ലാതെ അവരെ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? പറ്റില്ല. എന്താണ് ഇത്രയും ആൾക്കാരുടെ അപ്പോൾ ഈ ഒരു സിനിമയ്ക്കെന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇപ്പോൾ പ്രൊഡ്യൂസറിനെ വിടുക, നമ്മളിപ്പോൾ ഇപ്പം ഞാനടക്കമുള്ള ഏകദേശം 500-ഓളം പേരുണ്ടല്ലോ നമ്മൾ, അവരുടെയൊക്കെ ഒരു പ്രതീക്ഷ, അവരുടെയൊക്കെ ഒരു അതിനെയാണ് അവർ തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നത്. അത് ഒത്തിരി വിഷമമുള്ള കാര്യമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് പറയാമെന്നുള്ളതല്ലേ പറ്റുള്ളൂ. അല്ലാതെ ഒരു നല്ല സിനിമ, തീർച്ചയായിട്ടും നല്ല സിനിമ തന്നെയാണ്. എനിക്ക് ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്, നല്ല ഒന്നാമത്തെ സിനിമയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായൊരു സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത്. എനിക്ക് അത് നല്ലൊരു ക്യാരക്ടറും അത് ആളുകളിലേക്ക് ഇങ്ങനെ എത്താതിരിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. ആ വിഷമം ഞാൻ നിങ്ങളോട് പറയുകയാണ്, അല്ല നിങ്ങളോടല്ല എനിക്ക് ആരോടാ പറയാൻ പറ്റുക. ചേട്ടാ ഇങ്ങനെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടന്നതിന് ശേഷം പ്രേക്ഷകർ സിനിമ കണ്ടതിന് ശേഷം നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടിയും ഇപ്പം അതിനകത്ത് വന്നിട്ട് അവരെ ചീത്ത പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്ക് അതിനകത്ത് തന്നെ വന്നിട്ട് 1-2 പേര് വന്നപ്പോൾ അവരെ ചീത്ത പറഞ്ഞ് അവരോടിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് നമുക്ക് ആശ്വാസകരമാണ്. അത് ശരി തന്നെ അല്ലേ? അങ്ങനെ അതാണ് ചെയ്യേണ്ടത്. നിങ്ങളാണ് അതിനെ പ്രതിരോധിക്കേണ്ടത്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. നമ്മൾ പറയുന്നതിൽ ശരിയുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, അതാണ് നമുക്ക് പറയുന്നത് അല്ലേ? അല്ലാതെ ഞങ്ങൾ പറയുമ്പോഴാണ് പ്രശ്നം. റെസ്പോൺസ് വരുന്നത് നല്ല രീതിയിലാണ് വരുന്നത്. അതായത് കേട്ടില്ല, റെസ്പോൺസ് വരുന്നത് അങ്ങനെയാണ്. ആദ്യം ഒരു ഹെയ്റ്റ് വന്നിട്ട് അതിന് ശേഷം പ്രേക്ഷകർ കണ്ടതിന് ശേഷം നല്ല റിവ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് എന്താ? നല്ല ആൾക്കാർ കണ്ടിട്ട് നല്ല റെസ്പോൺസ് തന്നെ. ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നു എന്ന് പറയുന്ന ആൾക്കാർ പടം കണ്ടിട്ടല്ല പറയുന്നത്. അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും. പിന്നെ ചിലരൊക്കെ ഈ പേയ്മെന്റ് വാങ്ങിച്ചുകൊണ്ട് ചില റിവ്യൂ നടത്താറുകൊണ്ട് അതും ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച്. അതെ, അവർക്ക് അവരുടെ ജീവിതമാർഗം. പക്ഷേ ജീവിതമാർഗത്തെ അതെ, പിള്ള മനസ്സിൽ കള്ളമില്ലെന്നല്ലേ നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് അങ്ങനെ ഒത്തിരി കുട്ടികൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, ഇതുപോലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ എനിക്ക് മൊബൈലിൽ കാണിച്ചു തരാം. എനിക്ക് അയച്ചു തന്ന വീഡിയോസ്, ഷമ്മിയപ്പൂപ്പ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്, അതൊക്കെ നമുക്കൊക്കെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞുപോയി. അതുള്ള കാര്യം പറയും. ഞാൻ സിനിമയിൽ അഭിനയിച്ചപ്പോൾ കരഞ്ഞതൊന്നുമല്ല, അതിനേക്കാൾ കൂടുതൽ അത് ഇങ്ങനെയൊക്കെയുള്ള ക്യാമ്പയിൻ നടത്തി ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞാൽ ഖേദകരമാണ്. അതിൽ നിന്ന് ഇവരൊക്കെ പിന്മാറണമെന്നുള്ളതാണ് ഞങ്ങൾ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നിട്ട് നമുക്കല്ലാതെ എന്താ ചെയ്യാൻ പറ്റും അല്ലേ? അപേക്ഷിക്കുകയാണ്. എല്ലാ വീഡിയോന്റെ അടിയിലേ എല്ലാ വീടിന്റെ അടിയിലും ഷമ്മി ഹീറോടാന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഷമ്മി ശരിക്കും ഹീറോ ആണോ? അതിന് ഞാൻ നമ്മൾ ഫഹദ് ഫാസിലിനോടാണ്. ആ ഷമ്മിയാണ് ഹീറോ. സിനിമ കണ്ടു അടിപൊളി. നമുക്ക് അവർക്ക് ഷോ തുടങ്ങാൻ പ്രിപ്പയർ ചെയ്യാനുള്ള അല്ലേ? നമുക്ക് വെളിയിലോട്ട് പോകാം. അഭിമന്യൊന്നും പറഞ്ഞില്ല. അഭിമന്യു കൂടെ വന്നിട്ടുണ്ടല്ലോ.